ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് പോകണം എന്ന് വിചാരിച്ചായിരുന്നു. സമയം 11:15. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നായിരുന്നു നമ്മൾ ഒമ്നി എടുത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. വണ്ടി ഒരു സൈഡിലാണ് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സംശയങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ 2 കമൻറ്റാണ് വന്നത്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ 2 സ്ട്രോക്ക് ആയാലും 4 സ്ട്രോക്ക് ആയാലും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നായിരുന്നു 5 മിനിറ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ള കമൻസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് 5 മിനിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തും. അതേപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എഥനോൾ പെട്രോൾ. ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മോട് കോമൺ ആയിട്ട് എൻ്റെ പേഴ്സണൽ DM-ലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനായാലും ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതും വീഡിയോ ചെയ്യുന്നതുമായിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. എഥനോൾ പെട്രോളാണ് നമ്മുടെ എല്ലാ പെട്രോൾ പമ്പുകളിലും നമുക്ക് ലഭിക്കുന്നത്. E20 പെട്രോളാണ് ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. എഥനോൾ പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, എഞ്ചിൻ പണി വരുമോ, നമ്മുടെ 2 സ്ട്രോക്ക് ബൈക്കുകളിൽ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക, 4 സ്ട്രോക്കിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്, കാറുകളിൽ എങ്ങനെയാണ് വരുന്നത്, എന്താണ് എഥനോൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടൂർക്ക് വിടുക കേട്ടോ. നല്ല ചൂടാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഒരു 2 മണിൻ്റെ ശേഷമൊന്നും ഈ വണ്ടി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അത്രയും ചൂടുള്ള ഒരു ഹീറ്റ് വണ്ടിയാണിത്. അപ്പോൾ എന്തായാലും അത് സൈക്കിളല്ലാതെ വരുന്നത് നിവർത്തിയില്ല. പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് വേണം. ഞാൻ ആദ്യം ഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാണ്ട്, ഷോപ്പ് ഞാൻ അവിടെ തുറന്നിട്ട് ഇവിടെ വീഡിയോ ചെയ്യട്ടെ. ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നേരെ വിടാം. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് 5 മിനിറ്റ് നമ്മൾ ഇൻട്രോ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് 5 മിനിറ്റ് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള കമൻസിനായിരിക്കും റീപ്ലൈ കൊടുക്കുക. 5 മിനിറ്റിൽ നമ്മൾ ഒതുക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. അപ്പോൾ 2 കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഒരു 5 കമൻറ്റാണ് നമ്മൾ ഡെയിലി വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ഇടുക. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുക. നിങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും സംസാരിക്കുക. ഓക്കെ, നമുക്ക് പെട്രോൾ അടിക്കണം. അതാണ് ഫസ്റ്റത്തെ പരിപാടി. നല്ല ചൂടാട്ടോ. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തീ ആളുന്ന ചൂട് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ സഹിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ഓക്കെ, ഈ സമയത്ത് ഞാൻ നേരം വൈകിയതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എണീറ്റ് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ സമയം എന്തായാലും ഇത്രയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയാൽ നമുക്ക് ചൂടും വെയിലും പുകയാളാതെ നമുക്ക് എത്താം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ പരിപാടി കമൻറ്റിൽ ചോദിച്ചിട്ട് ആളുകൾക്ക് റീപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് 5 മിനിറ്റ് നമ്മളെ പരിപാടി. ഇനിയുള്ള ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് വാനിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കമൻറ്റ് സെക്ഷൻ നമ്മൾ വായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്, പേര് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്, വണ്ടി നമ്മൾ ഒരു പഴയ 2 സ്ട്രോക്ക് ബൈക്ക് എടുത്തിട്ട് അത് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത്, അതായത് നമുക്ക് പല വണ്ടികളിപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാനത് ചെയ്യരുത് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ചോദിച്ചിട്ടുള്ളതാണ്, ഏതെങ്കിലും RC കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പല RCകൾ വെച്ചിട്ട് അത് എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും കൊത്തിയിട്ട് ഒരു വണ്ടിയാക്കി എടുക്കാൻ പറ്റുമോ, ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാം. എൻ്റെ ഒരു കാഴ്ചപ്പാടുമാണ് ഞാൻ പറയാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഞാനിതിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു പരിപാടി നിങ്ങൾ ചെയ്യരുത്, നിങ്ങളുടെ വണ്ടിയിൽ ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജെനുവിനിറ്റി, ഒരു വണ്ടിയുടെ ജെനുവിനിറ്റി കളഞ്ഞിട്ട് അത് എൻജിൻ നമ്പറും ചേസ് നമ്പറും കൊത്തുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, കാലങ്ങളോളം യൂസ് ചെയ്യാം. നിങ്ങൾ പിടിക്കുന്ന സമയം എന്തായാലും ഒരു പ്രാവശ്യം വരും. കാരണം റോട്ടിൽ ഇറങ്ങുന്ന വാഹനമാണ്, ബെട്ടിലും ബോൾട്ടിലും ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. ബെട്ടിലും ബോൾട്ടിലും ഉണ്ടാക്കിയിട്ട് സാധനത്തിന് നമ്മൾ ജീവൻ കൊടുത്തിട്ടുള്ള സാധനം കൊണ്ടാണ് നമ്മൾ റോട്ടിൽ ഇറങ്ങുന്നത്. ആ ഒരു സമയത്ത് വണ്ടി എവിടെയെങ്കിലും തട്ടി മേജർ ആക്സിഡൻ്റ് ആയി വണ്ടി ചേസ് കാര്യങ്ങളൊക്കെ പോയി ആരെങ്കിലും ഇൻ കേസ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എങ്ങനെയെങ്കിലും ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, വണ്ടി തട്ടിക്കൊണ്ട് ആളുകളെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കേസാവും, കൂട്ടാവും. അങ്ങനെ ചേസ് നമ്പർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള കോടതി ഉത്തരവ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോക്കാവും.
ചേസ് നമ്പർ കാര്യങ്ങൾ പഞ്ചിങ് ആണെന്ന് RTO കണ്ടു കഴിഞ്ഞാൽ ഈ വണ്ടി ജെനുവിൻ അല്ലാതെന്നും അതിനനുസരിച്ചുള്ള നടപടിയിലേക്ക് നിങ്ങൾക്ക് അവർ നീങ്ങാനും അതിന് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ചേസ് നമ്പർ എൻജിൻ നമ്പർ കൊത്തുന്ന പരിപാടി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം ഒരുപാട് വണ്ടികൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള വണ്ടികൾ ഇവിടെ എത്തിച്ചിട്ട് പേപ്പർ കയ്യിലുണ്ടാവും. ഇതെങ്ങനെ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങളത് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സംഭവം അതേപടി കോപ്പി അടിച്ചിട്ട് ചെയ്യാനോ നിങ്ങൾ നിൽക്കരുത്. ദയവ് ചെയ്ത് നിൽക്കരുത്. പണി നല്ല രീതിയിൽ കിട്ടും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ച് വേണ്ടിയിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ദോഷം ചെയ്യും. അതുപോലെ തന്നെ വണ്ടി സെയിൽ ചെയ്ത് കഴിഞ്ഞാലും പണി പാടും. 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടുക. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാതിരിക്കുക. ഇത് കട്ട് കൊടുത്ത വണ്ടികളുണ്ടാവും കേരളത്തിൽ ഒരുപാട് വണ്ടികൾ, അതായത് 2 സ്ട്രോക്ക് കാറ്റഗറിയിലെ വണ്ടികളായാലും 4 സ്ട്രോക്ക് ആയാലും ഒരുപാട് വണ്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഈ കട്ടുപോയ വണ്ടികളൊന്നും ഒരിക്കലും അധിക വണ്ടികളും തിരിച്ചു കിട്ടാറില്ല. കാരണം RXനെ സമയത്തോളം കട്ട് കൊണ്ട് കഴിഞ്ഞാൽ ടാങ്ക്, ബോഡി പാനൽ കാര്യം, നമ്പർ പ്ലേറ്റ് മാറ്റി കഴിഞ്ഞാൽ വണ്ടി ഏതാണെന്ന് പോലും തിരിച്ചറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണേഴ്സ് ഈ പേപ്പർ കൊടുക്കും. പേപ്പർ പിന്നെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വണ്ടി കിട്ടാത്ത നിരാശയിൽ പേപ്പറിനും ഇപ്പോൾ ഭയങ്കര റേറ്റാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. 10-30,000 രൂപ അല്ലെങ്കിൽ 20,000 25,000 രൂപക്ക് കൊടുത്താൽ പോലും വണ്ടിയുടെ പേപ്പർ കിട്ടാനില്ല. അപ്പോൾ ഈ പേപ്പർ നല്ല വിലക്ക് വാങ്ങാനും ആളുകളുണ്ട്. അപ്പോൾ ആ പേപ്പർ വാങ്ങിയിട്ട് ഇവരെന്ത് ചെയ്യും, ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഒരു 30,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 45,000 രൂപക്കൊക്കെ വണ്ടി എടുത്തിട്ട് ഇതേ നമ്പർ, ഈ പേപ്പർ കയ്യിൽ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ ചേസ് നമ്പറും എൻജിൻ നമ്പറും മായാൽ മതിയല്ലോ. അപ്പോൾ ആ ചേസ് നമ്പറും എൻജിൻ നമ്പറും എന്ത് ചെയ്യും, കയ്യിലുള്ള പേപ്പർ, വാങ്ങിയ പേപ്പർ വെച്ചിട്ട് ആ ചേസ് നമ്പറും എൻജിൻ നമ്പറും മോഡിഫൈ ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പുതിയ വണ്ടിയാക്കിയിട്ട് ആ ചേസ് നമ്പറും എൻജിൻ നമ്പറുള്ള വണ്ടിയാക്കി ഇറക്കുന്നതാണ് പതിവ്. ഇതൊരിക്കലും നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുകയോ ചെയ്യരുത്. ഇത് നല്ല പണി കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മളെല്ലാ വീഡിയോയിലും 2 സ്ട്രോക്കിൻ്റെ വീഡിയോ ആയാലും 4 സ്ട്രോക്കിൻ്റെ വീഡിയോ ആയാലും ഇത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറയുന്നതാണ്. എന്തെങ്കിലും മാനിപ്പുലേഷൻസ് സംഭവിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ ദയവായിട്ട് ചെക്ക് ചെയ്യണം, നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം നിങ്ങൾ ചിലപ്പോൾ ആദ്യം യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു സംഭവം അറിയുന്നുണ്ടായിരിക്കില്ല. അവർ മുഖാന്തരമായിരിക്കും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങളിത് ചിലപ്പോൾ ഏതെങ്കിലും RTO ഓഫീസിൽ റിന്യൂവലിന് വേണ്ടിയിട്ട് കാണിക്കുന്ന സമയത്തായിരിക്കും റിന്യൂവൽ കിട്ടാത്ത സാഹചര്യം വരിക. അപ്പോഴാണ് നിങ്ങൾ ഓൾഡ് ഓണറെ വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ച് ആകെ പ്രശ്നത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇൻ കേസ് എവിടെയെങ്കിലും തട്ടാതിരിക്കട്ടെ, തട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടും. അങ്ങനെ പണി കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചേസ് നമ്പർ, എൻജിൻ നമ്പറൊക്കെ മാറ്റിയടിച്ചിട്ട്, കാറുകളിലൊക്കെ മാറ്റിയടിച്ചിട്ട് വണ്ടി തട്ടിയിട്ട് ആക്സിഡൻറ്റ് ക്ലെയിം പോകുന്ന സമയത്തും ഈ കോടതിയിൽ കേസ് പോകുന്ന സമയത്തൊക്കെ ഇതേപോലെ ഇഷ്യൂ വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യാതിരിക്കുക. എവിടുന്ന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും എൻജിൻ നമ്പറും ചേസ് നമ്പറും പഞ്ചിങ് കറക്റ്റ് ആണോ, കമ്പ്യൂട്ടർ പഞ്ചിങ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ ആൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എൻജിൻ ഓയിൽ ഏതാണ് എന്നുള്ളതാണ്. യമഹ ഇറക്കിയ സമയത്ത് എൻജിൻ ഓയിൽ അവർ തന്നെ പ്രൊമോട്ട് ചെയ്തിരുന്നു, യമഹ ലൂബ് എന്ന് പറഞ്ഞിട്ട്. അത് ഇപ്പോഴും യമഹ ലൂബ് എന്ന് പറഞ്ഞിട്ട് എൻജിൻ ഓയിൽ വരുന്നുണ്ട്. നമ്മളൊക്കെ നമ്മുടെ വണ്ടിയിൽ യമഹ ലൂബ് പറയുന്ന എൻജിൻ ഓയിലാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ യമഹ ലൂബ് ഒന്നുകൂടെ ബെറ്റർ ചോയ്സാണ് 2 സ്ട്രോക്ക് ബൈക്കുകളിൽ. പിന്നെ എൻജിൻ ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ട് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ്, ക്ലച്ചിൻ്റെ ലൂബ്രിക്കേഷന്, അതുപോലെ തന്നെ ക്ലച്ച് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്, ഗിയർ ബോക്സ് കാര്യങ്ങൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണം, ഗിയർ പ്രോപ്പറായിട്ട് ചാടാൻ വേണ്ടിയിട്ടൊക്കെയാണ്, ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 2 സ്ട്രോക്കിൽ എൻജിൻ ഓയിലിൻ്റെ ആവശ്യമുള്ളത്. അത് പിസ്റ്റൺ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ടാങ്കിലോ അല്ലെങ്കിൽ ഓയിൽ പമ്പിലോ നമ്മൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, സീറ്റ് ബെൽറ്റ്, സോറി ഗൈസ്, സീറ്റ് ബെൽറ്റ് ഞാൻ ഇടാൻ മറന്നു കേട്ടോ സംസാരത്തിനിടയിൽ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വിഷയം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷയം വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഗിയർ ടൈറ്റ് ആവും. രണ്ടാമത്തെ കാര്യം ഗിയർ ടൈറ്റായിട്ട് ഗിയർ പ്രോപ്പർ ചാടാതെ വരും, ക്ലച്ചിന് ഇഷ്യൂസ് വരും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഓയിൽ ഉണ്ടാകുന്ന സമയത്ത്, ഓയിലില്ലാത്ത സമയത്ത് വരും. അപ്പോൾ എൻജിൻ ഓയിൽ അയക്കേണ്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 600 ml ആണ് നമുക്ക് 600 ml ആണ് നമുക്ക് എൻജിൻ ഓയിൽ വരിക. അത് നമ്മുടെ ക്ലച്ച് കവറിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മുടെ കിക്കറിൻ്റെ ഷാഫ്റ്റ് വരുന്ന സൈഡിൽ, കിക്കർ ഷാഫ്റ്റ് വരുന്ന സൈഡിൽ കറക്റ്റ് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും 600 ml. അപ്പോൾ അത് കറക്റ്റ് ഒഴിക്കുക. അല്ലെങ്കിൽ ഒരു 500-550 ml ഒഴിച്ചാലും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അതിൽ കുറഞ്ഞ് ഒഴിക്കാതിരിക്കുക. എൻജിൻ ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. എൻജിൻ്റെ ലൈഫിനെ തന്നെ ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നല്ല എൻജിൻ ഓയിൽ വാങ്ങി യൂസ് ചെയ്യുക.
എഞ്ചിൻ ഓയിൽ വാങ്ങുന്ന സമയത്ത് വാങ്ങുന്ന ആളുകളോട് അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് അവരോട് ചോദിക്കുന്നത് എത്ര കിലോമീറ്ററിലാണ് മാറേണ്ടത്, എത്ര കിലോമീറ്റർ നമുക്ക് ലൈഫ് കിട്ടുമെന്ന് ചോദിക്കുക. 3500 പറഞ്ഞു കഴിഞ്ഞാൽ 3000 അടുത്ത് സർവീസ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഓയിൽ മാറാം. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് ഫസ്റ്റ് വീഡിയോയിൽ ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് എനിക്ക് റീപ്ലൈ തരാൻ കഴിയും. നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യണം കേട്ടോ. പെട്രോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രൂപയിൽ കുറഞ്ഞല്ലാതെ നമ്മളിതിൽ അടിക്കലുണ്ട്. കാരണം ഇതിൻ്റെ മീറ്റർ കൺസോളിന് ചെറിയൊരു വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1000 രൂപയിൽ കുറച്ചടിച്ച് കഴിഞ്ഞാൽ പണി ചിലപ്പോൾ കിട്ടും, വഴിയിൽ നിന്ന് പോകും. അപ്പോൾ 1000 രൂപയൊക്കെ അടിച്ചിട്ടുണ്ട്. എന്തായാലും പോയി വരാം. ഒന്ന് നമ്മളെ ഐഫോൺ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ റോഡ് വ്യൂ ആണ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. ഓക്കെ, നല്ല ചൂടാട്ടോ, പെരും ചൂടാണ്. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണി 12 മണി ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എഥനോൾ പെട്രോളിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒട്ടുമിക്ക പമ്പുകളിലും E20 പെട്രോളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് മുതൽ നമ്മൾ കാര്യങ്ങൾ പറയണം. അതായത് എന്താണ് എഥനോൾ, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ച് ഞാൻ ആദ്യം ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. എഥനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ എന്നാണ് എഥനോളിൻ്റെ ഒരു ഡെഫിനേഷൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ മദ്യം തന്നെയാണിത്. നമ്മൾ എഥനോൾ പെട്രോളിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, പെട്രോളിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുടിക്കാൻ കഴിയാത്തത്. ഇനി അതും വിചാരിച്ചിട്ട് എഥനോൾ ഉണ്ടാക്കി കുടിക്കാൻ നിൽക്കണ്ട. ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് തരാണ്. എഥനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ എന്നാണ് എഥനോൾ എന്ന് പറയാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് മെയിനായിട്ട് പല രാജ്യങ്ങളിലും ഈ E20, E30, E40, E50 വരെ പെട്രോൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വണ്ടികൾക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. അപ്പോൾ ഈഥൈൽ ആൽക്കഹോൾ ഈ ഒരു സംഭവം പ്രോസസ്സ് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ മെയിനായിട്ട് ഈ ഒരു സംഭവങ്ങൾ കിട്ടുന്നത്, എഥനോൾ നമുക്ക് കിട്ടുന്നത് കോണ് നമ്മൾ പോപ്കോണായിട്ട് ഉപയോഗിക്കുന്ന കോണില്ല, ആ കോണിൽ നിന്നും കരിമ്പിൽ നിന്നുമാണ് നമുക്ക് എഥനോൾ കിട്ടുക. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കുടിക്കുന്ന കരിമ്പിൻ ജ്യൂസ് എടുക്കുമല്ലോ, നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കില്ല, ആ കരിമ്പിൻ ജ്യൂസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എഥനോൾ ഉണ്ടാക്കുന്നത് കരിമ്പിൽ നിന്നാണ്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിമ്പ് ജ്യൂസ് ആകും ആദ്യം. ആ ജ്യൂസിലേക്ക് നമ്മൾ മാവിലൊക്കെ ഇടുന്ന അപ്പം ഉണ്ടാക്കുന്ന, അതേപോലെ പുളിദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അതിലേക്ക് ഇടുന്ന പുളിദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈസ്റ്റ് ഇട്ടിട്ട് കുറച്ച് കാലം അത് വെക്കും. ഈ വെക്കുന്ന ഈ രീതിക്ക് ഫെർമെൻറ്റേഷൻ എന്നാണ് പറയാം. അപ്പോൾ ഇത് കുറച്ച് കാലം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് എഥനോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, അതിൽ ജലാംശം ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് മെറ്റീരിയൽസ് കാര്യങ്ങൾ വാതകങ്ങളൊക്കെ ഉണ്ടാവും. ഈ പ്രോസസ്സറായിട്ടുള്ള എഥനോൾ പ്ലസ് അതേപോലെ തന്നെ ജലാംശം കാർബൺ ഡൈ ഓക്സൈഡും ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഈ എഥനോളിനെ എന്ത് ചെയ്യും, ഇവരെ നിശ്ചിത രീതിയിൽ ചൂടാക്കും. അതായത് നമ്മുടെ വെള്ളം നീരാവിയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കണം, എന്നാലേ വെള്ളം നീരാവിയുള്ളൂ. പക്ഷേ എഥനോള് നീരാവിയാണെന്നെങ്കിൽ ഒരു 70-75 ഡിഗ്രിയിൽ എഥനോൾ നീരാവിയായിട്ട് വരും. അപ്പോൾ ഈ 70-75 നീരാവിയായി വരുന്ന ഈ എഥനോള് വേറൊരു ട്യൂബുമായി വേറൊരു ക്യാനിലേക്കാക്കും. വലിയൊരു ഡബയിലാക്കും. അതിലാക്കിയതിന് ശേഷം ഈ ടണ്ണിലാക്കിയിട്ടുള്ള എഥനോളും പ്യൂർ എഥനോൾ അല്ല, അതിലും ജലാംശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ജലാംശവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് വേണ്ടിയിട്ട് വീണ്ടും പ്രോസസ്സ് ചെയ്തിട്ട് പ്യൂർ എഥനോളിലേക്ക് ഇതിന് മാറ്റും. ഈ ഒരു പ്യൂർ എഥനോളിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്യൂർ എഥനോൾ ആയിരിക്കണം പെട്രോളിലേക്ക് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഏകദേശം കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൺ കരിമ്പിൽ നിന്ന് ഏകദേശം ഒരു 100-120 ലിറ്ററാണ് എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ എഥനോളാണ് നമ്മൾ പെട്രോളിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് തരുന്നത്. ഇപ്പോൾ 2003 ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായിട്ട് എഥനോൾ എന്ന സംഭവം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതിന് മുന്നേ പല രാജ്യങ്ങളിലും ഈ എഥനോൾ സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വണ്ടികളും അവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഇന്ത്യയിലും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എഥനോൾ 2003 ഇന്ത്യ ഗവൺമെൻറ് എഥനോൾ പെട്രോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് എല്ലാ വാഹന മാനുഫാക്ചേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നത് E5 പെട്രോൾ ഇറക്കാൻ വേണ്ടി പോവുകയാണ്.
അപ്പോൾ അതുകൊണ്ട് അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ നിങ്ങൾ ഇറക്കുക, നിർബന്ധമായിട്ടും ഇറക്കുക എന്നുള്ള ഒരു ഉത്തരവിട്ടു. അതിനുശേഷം 2003 ശേഷം പല വണ്ടികളും E5 പെട്രോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടികളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. E5 പെട്രോൾ എന്ന് പറയുമ്പോൾ E5, E10, E20 എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ E5 എന്ന് പറയുമ്പോൾ 5% എഥനോൾ, E10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% എഥനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ. അതുപോലെ തന്നെ E20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% പെട്രോൾ. അതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 1 ലിറ്റർ പെട്രോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ E20 എന്ന് പറയുമ്പോൾ 200 ml അതിൽ എഥനോൾ ആയിരിക്കും. പെട്രോൾ നമുക്ക് കിട്ടുന്നത് 800 ml പെട്രോൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് E20 പെട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് E10 ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിൽ 900 ml നമുക്ക് പെട്രോളും 100 ml എഥനോൾ മിക്സ് ചെയ്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് E20, E5, അതുപോലെ തന്നെ E10. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടിക്കുന്ന പെട്രോൾ 1 ലിറ്റർ നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അതിൽ 800 ml മാത്രമാണ് നമുക്ക് പെട്രോളായി കിട്ടുന്നത്. പ്യുവർ പെട്രോളും അല്ല നമുക്ക് കിട്ടുന്നത്. പല പെട്രോളും പലതും മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പ്യുവർ പെട്രോൾ നമുക്ക് ഒരിക്കലും ഇവിടെ പമ്പുകളിൽ കിട്ടുന്നില്ല. പല മെറ്റീരിയൽസും ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഇവിടെ പെട്രോൾ കിട്ടുന്നത്. അപ്പോൾ 800 ml നമുക്ക് പെട്രോളും 200 ml എഥനോളും കൂടെയാണ് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടുന്നത്. അതാണ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ 2009 ലാസ്റ്റോട് കൂടിയിട്ടാണ് E10 പെട്രോൾ വരാൻ പോവാണെന്നുള്ള ഗവൺമെൻറ് ഓർഡർ. അപ്പോൾ അതിനുശേഷം എല്ലാ മാനുഫാക്ചേഴ്സിനും E10 പെട്രോൾ കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികൾ ഇറക്കാനായിട്ടുണ്ടായിരുന്നു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. നിർബന്ധമായിട്ടും ഇറക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വണ്ടികളും ആ ഒരു സമയത്ത് തന്നെ E10 പെട്രോളിന് ആവശ്യമായിട്ടുള്ള എൻജിൻസ് ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാറായാലും ബൈക്കായാലും ഇറക്കിക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ E10 വരെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. മനസ്സിലായോ? E10 വരെ നമ്മൾ കഴിഞ്ഞ സംഭവങ്ങളിലൊക്കെ E5, E10 പെട്രോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. E20 ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് E10 അതുപോലെ തന്നെ E5 പെട്രോൾ ആയിരുന്നു. അപ്പോൾ ആ ഒരു പെട്രോൾ നമുക്ക് എന്തെയില്ല, വലിയ എൻജിനൊന്നും വലിയ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ വണ്ടികൾ എടുക്കുന്ന ആളുകൾ ഡോൺ വെറി, അതേപോലെ തന്നെ ഡീസൽ വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകൾ ഡോൺ വെറി. നിങ്ങൾ വെറിയുടെ ആവേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഡീസൽ എഞ്ചിന് വരുന്ന ആളുകൾക്ക് ഇനി ഉണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ഡോൺ വെറി, നിങ്ങൾക്ക് വെറിയുടെ ആവേണ്ട ആവശ്യമില്ല, നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം പുതിയ മോഡൽ വണ്ടികൾ BS6 മോഡൽ വണ്ടികളൊക്കെ ഇറക്കുന്നത് E20 പെട്രോൾ കോമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ്. എൻജിൻസ് ആണ് അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും കാര്യങ്ങളും കിട്ടുന്ന രീതിയിലാണ് വണ്ടികൾ ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ വെറിയുടെ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഫ്യൂൽ പമ്പ് കാര്യങ്ങളൊന്നും പ്രശ്നം ഉണ്ടാവില്ല. BS6 വാഹനങ്ങളല്ലാത്ത 2015 മുന്നേയുള്ള വാഹനങ്ങൾ, BS6 എന്ന് പറയുമ്പോൾ 2017-18 മുതലാണല്ലോ വണ്ടി ഇറങ്ങുന്നത്. അതിന് മുന്നേ BS4 വാഹനങ്ങളിലും ചില വണ്ടികളിൽ പണി കിട്ടുന്നുണ്ട്. പഴയ മോഡൽ വണ്ടികളിൽ ശ്രദ്ധിക്കുക, പഴയ മോഡൽ വണ്ടികളിൽ നല്ല രീതിയിൽ പണി കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് പണി കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എല്ലാ പെട്രോൾ പമ്പുകളും ഇപ്പോൾ E20 പെട്രോൾ ആയി കഴിഞ്ഞു. ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, എല്ലാ പെട്രോൾ പമ്പുകളിലും E20 പെട്രോൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഉത്തരവിട്ടതിന് ശേഷം എല്ലാ പെട്രോൾ പമ്പുകളിലും ഇപ്പോൾ E20 പെട്രോൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ അടിച്ചിട്ടുള്ള പെട്രോൾ അടക്കം 1000 രൂപ അടിച്ചിട്ടുള്ള പെട്രോൾ അടക്കം E20 പെട്രോൾ മാത്രമാണ്. അതായത് 20% എഥനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ക്രൂഡ് ഓയിൽ നമ്മൾ വാങ്ങുന്നത്, നമ്മുടെ രാജ്യത്ത് ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പല രാജ്യങ്ങളും, ഇപ്പോൾ റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അതുപോലെ ഇറാൻ പോലുള്ള അറബ് രാഷ്ട്രങ്ങളിൽ നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ ക്രൂഡ് ഓയിലിൽ നിന്നാണ് നമ്മുടെ പല പെട്രോളിയം പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പ്രൊഡക്ട്സ് ക്രൂഡ് ഓയിൽ നമ്മൾ പുറത്തുനിന്ന് കൂടുതൽ വാങ്ങുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് എത്രയും ബഡ്ജറ്റ് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് നീക്കി വെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ക്രൂഡ് ഓയിലിൻ്റെ അളവ് വാങ്ങുന്ന എമൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഥനോൾ എന്ന് പറയുന്ന സംഭവം നമ്മുടെ രാജ്യത്ത് ഇറക്കിയിട്ടുള്ളത്. അത് പണ്ടും നമ്മുടെ രാജ്യത്ത് എഥനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അളവ് കൂട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത്. 20% നമ്മൾ എഥനോൾ യൂസ് ചെയ്തിട്ടുള്ള പെട്രോൾ യൂസ് ചെയ്യണം എന്നാണ് ഗവൺമെൻറ് ഉത്തരവിട്ടിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് കോടതിയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എഞ്ചിൻ കംപ്ലയിൻറ്റ് വരുന്നത്, അങ്ങനെ ഒരുപാട് വാദങ്ങളും പ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സുപ്രീം കോടതി വരെ പറഞ്ഞു ഇത് പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള കാര്യം. സുപ്രീം കോടതി വരെ ഗവൺമെൻറ്റിന് സപ്പോർട്ടായിട്ട് എഥനോൾ പെട്രോളിനെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ E20 പെട്രോൾ നമുക്ക് സുലഭമായി കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിൻ്റെ ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് E20 പെട്രോൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ 2003 ആണെങ്കിൽ ഈ കരിമ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ കുറവായിരുന്നു. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കരിമ്പിൻ്റെ കർഷകരായാലും കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ
ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് സാധാരണക്കാർക്കാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പഴയ വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നതെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ E20 പെട്രോള് ഈ കരിമ്പിൽ ഞാൻ പറഞ്ഞല്ലോ, കരിമ്പിൽ നിന്നും അതേപോലെ തന്നെ കോണിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ട് ഇത് പ്രോസസ്സ് ചെയ്യുന്ന രീതി ഈ രണ്ട് മെറ്റീരിയൽസിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുമൂലം ഒരുപാട് കരിമ്പ് കർഷകർ അല്ലെങ്കിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട്, ഈ എഥനോളിന്റെ ഫണ്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ എഥനോൾ ഉണ്ടാക്കുന്ന കരിമ്പ് വാങ്ങുന്ന കർഷകർ ഉണ്ടാവല്ലോ, അപ്പോൾ അത്രയും ഇത്ര കോടി രൂപ നമ്മുടെ കർഷകർക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ബജറ്റ് പാസ്സാക്കിയത്, ഈ ഒരു എഥനോളിന്റെ സംഭവം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് സുപ്രീം കോടതി അടക്കം ഇതിലെന്ത് ചെയ്തിട്ടുള്ളത്, ഈ എഥനോൾ പെട്രോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാദം പ്രതിവാദമൊക്കെ നടന്നിട്ട് ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ എഥനോൾ E20 പെട്രോൾ നിർബന്ധമായിട്ടും എല്ലാ പെട്രോൾ പമ്പുകളിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഉത്തരവിടുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ ദോഷവശങ്ങൾ, ആരൊക്കെയാണ് ഇത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത് പണി കിട്ടാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു E20 പെട്രോൾ ഉപയോഗിക്കുന്ന ആളുകൾ BS6 വാഹനങ്ങളാണ്, നിങ്ങൾ BS6 മോഡൽ കാറുകളാണ്, പെട്രോൾ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോണ്ട് വറി, നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള എൻജിൻസ് ആണ് നിങ്ങളുടെ മാനുഫാക്ചേഴ്സ്. ഇപ്പോൾ സുസുക്കി ആയാലും ഏത് മാനുഫാക്ചേഴ്സ് ആയാലും 2023 22 E20 പെട്രോൾ വെക്കണം എന്ന് പറഞ്ഞിട്ട്, അതായത് E20 പെട്രോളിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇത് വരുന്നത്. അതിനുശേഷം 2023 ഒന്നെങ്കിൽ കറക്റ്റ് ഡേറ്റ് അറിയില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 23 ശേഷമാണ്, 24 ആകുമ്പോഴത്തേനാണ് ഈ ഒരു E20 പെട്രോൾ നിലവിൽ വന്നത്. അപ്പോൾ പല പെട്രോൾ പമ്പുകളിലും വന്നിട്ടില്ലായിരുന്നു, പരീക്ഷണാടിസ്ഥാനത്തിൽ വരിക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ എല്ലാ പെട്രോളും നമുക്ക് കിട്ടുന്ന പെട്രോളൊക്കെ E20 പെട്രോളാണ്. അപ്പോൾ പഴയ മോഡൽ വാഹനങ്ങളിൽ നിന്ന് പുതിയ മോഡൽ BS6 വാഹനങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോണ്ട് വറി, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്രോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇനി പഴയ വണ്ടികൾ യൂസ് ചെയ്യുന്ന ആളുകളോട്, ഇപ്പോൾ പഴയ മോഡൽ വാഹനങ്ങൾ 2009 അതേപോലെ E10 പെട്രോൾ യൂസ് ചെയ്തിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങളിൽ ഇഞ്ചക്ടറിൻ്റെ കംപ്ലൈൻറ്റ് വരാം. ഒരുപാട് വണ്ടികൾക്ക് ഇഞ്ചക്ടറിൻ്റെ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള വണ്ടികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ വർക്ക് വരാം, ചാൻസ് വളരെയധികം കൂടുതലാണ്. എൻജിൻ വർക്ക് വരാനുള്ള ചാൻസ്, എൻജിൻ്റെ ലൈഫിനെ ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ ഒരു പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, 1 ലിറ്റർ പെട്രോളിലേക്ക് 200 ml നമ്മൾ എഥനോളാണ് മിക്സ് ചെയ്തത്. എഥനോൾ പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് പെർഫോമൻസിലായാലും വണ്ടിയുടെ പെർഫോമൻസിലായാലും അത് മാറ്റം വരാം. പല വണ്ടികൾക്കും, ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പല വണ്ടികൾക്കും ചിലപ്പോൾ പവറിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഈ E20 പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പവർ വേരിയേഷൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ അത് മനസ്സിലാക്കാതെ പോകുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ പവറിൽ വേരിയേഷൻ വരും. രണ്ടാമത്തെ കാര്യം മൈലേജ് ഡ്രോപ്പ് വരും. BS6 വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു 2% ഒക്കെ ആയിരിക്കും മൈലേജ് ഡ്രോപ്പ് വരിക എന്നൊക്കെയാണ് കമ്പനികൾ പറയുന്നത്. അതല്ല, ഈ E20 കോമ്പാക്റ്റുകൾ അല്ലാത്ത വാഹനങ്ങളിൽ 7-8%, അതായത് ഒരു പുൾകാറിലാണെന്നുണ്ടെങ്കിൽ ഒരു 10 കിട്ടി മൈലേജ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു 7 അല്ലെങ്കിൽ 6 ഈ ഒരു E20 പെട്രോളിലേക്ക് മാറിയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോള് 1 ലിറ്ററിൽ 200 ml എഥനോളാണ്. അതങ്ങ് കത്തിപ്പോവും, വണ്ടിയുടെ പെർഫോമൻസിനെ ബാധിച്ച് അങ്ങനെ കത്തിപ്പോവും. അതല്ലാതെ വേറെ ഒരു ഉപയോഗം അതിനുകൊണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി പ്യുവർ പെട്രോൾ നമുക്ക് കിട്ടുന്നത് 800 ml ആണ്. ആ 800 ml ഫ്യൂവലിനുള്ള മൈലേജ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മൈലേജ് ഡ്രോപ്പ് വരുന്നത്. എഥനോൾ ശരിക്കും ഒരു ഫ്യൂവൽ ക്ലീനർ തന്നെയാണ്, പക്ഷെ ഒരു അളവിൽ കൂടുതൽ നമ്മൾ എഥനോൾ വാഹനത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂവൽ പമ്പ് കേടാക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് E20 പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് പല വണ്ടികൾക്കും 20% E20 ആവുന്ന സമയത്ത് പല വണ്ടികൾക്കും ഫ്യൂവൽ പമ്പ് കേടാവുന്ന പ്രശ്നങ്ങൾ വരുന്നത്. മെയിനായിട്ട് എങ്ങനെ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എഥനോൾ എന്ന് പറയുന്ന ഈ ഒരു സാധനം, നമ്മൾ വെള്ളം ഉണ്ടല്ലോ, വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമാണ് എഥനോൾ. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത്, നിങ്ങൾ ഗൾഫിലൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാം. എഥനോൾ പെട്രോൾ ആണ് വണ്ടിയിൽ, എന്തായാലും എഥനോൾ പെട്രോൾ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ വണ്ടി ഫുൾ ടാങ്ക് ആക്കിയിടാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ 1/2 ടാങ്ക് പെട്രോൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ എഥനോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആവും. എഥനോളിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാലം നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലാക്കുക, ഒരു 1/2 ബോട്ടിലാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ പാർട്സിൽ അല്ലെങ്കിൽ ബോട്ടിലൊക്കെ ആക്കിയിട്ട് കുറച്ച് കാലം, ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ വെച്ച് നോക്കുക. നിങ്ങൾ
അത് എഥനോളും പെട്രോളും സെപ്പറേറ്റ് ആവുന്നൊരു പ്രോസസ്സ് നിങ്ങൾക്ക് കാണാം. സെപ്പറേറ്റ് ആവും എഥനോളും അതേപോലെ തന്നെ പെട്രോളും പ്രോസസ്സ് ആവും. അപ്പോൾ ഈ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഈ എഥനോള് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഥനോളിൻ്റെ ആ ഒരു ലിക്വിഡ് ദ്രാവകം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്യൂൽ ടാങ്കിൻ്റെ അടിഭാഗത്തായിട്ടായിരിക്കും ഈ ഒരു എഥനോൾ ഇങ്ങനെ കെട്ടിക്കെടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് പെട്രോൾ നിൽക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ കുറേ കാലം വണ്ടികളിൽ യൂസ് ചെയ്യാതെ വന്ന് ഗൾഫിൽ നിന്നൊക്കെ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി മിസ്സിങ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ഹാഫ് ടാങ്കിലാണ് പെട്രോൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എഥനോളിന് ഈ വെള്ളത്തെ അബ്സോർവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലൊക്കെയാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങളും വരാറുള്ളത്. ഇപ്പോൾ എപ്പോഴും മഴ പെയ്യുന്ന സീസണുള്ള സ്ഥലങ്ങളിൽ ഈ വെള്ളത്തെ അബ്സോർവ് ചെയ്തിട്ട് ടാങ്കിൻ്റെ മുകൾ ഭാഗം ഫുള്ള് കംപ്ലീറ്റ് തുരുമ്പ് വരും. നിങ്ങൾക്കറിയാമല്ലോ മെറ്റൽ പാർട്സിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തുരുമ്പ് വരും. കുറച്ച് കാലം നിന്ന് കഴിഞ്ഞാൽ തുരുമ്പ് വരും. അങ്ങനെ മെറ്റൽ പാർട്സിന് തുരുമ്പ് വന്നിട്ടുള്ള ആ തുരുമ്പ് എന്ത് ചെയ്യും, ടാങ്കിലേക്ക് ഇറങ്ങും. ടാങ്കിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആ ഒരു പെട്രോൾ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും നിങ്ങൾ നേരെ ഈ തുരുമ്പടക്കം മിക്സ് ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും നിങ്ങളുടെ പെട്രോൾ ഫ്യൂൽ പമ്പിലേക്ക് ഇറങ്ങുന്നത്. അത് മുഖാന്തരം നിങ്ങളെ ഫ്യൂൽ പമ്പ് കേടാവാനും അതേപോലെ തന്നെ ഫ്യൂൽ പമ്പ് മാറ്റേണ്ട അവസ്ഥയും നിങ്ങൾക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഫ്യൂൽ പമ്പ് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലമാവട്ടോ. നിങ്ങൾ വണ്ടി എടുത്ത് അല്ലെങ്കിൽ പഴയ വണ്ടിയിലാണ്ട് എന്താണ് എഥനോൾ പെട്രോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മിസ്സിങ് വരും അല്ലെങ്കിൽ വണ്ടി കേടാവും എന്നല്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വണ്ടി നിങ്ങൾക്ക് പണി തരും. അതാണ് ഇതിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ E20 പെട്രോളിൽ ഇങ്ങനെ വണ്ടി നിങ്ങൾ ദുബായിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ ടാങ്ക് ആക്കിയിട്ട് എയർ ലീക്ക് ഇല്ലാതെ എയർ അടക്കം ഫില്ലാക്കിയിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ ആക്കിയിട്ട് നിറച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതേപോലെ മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും സാഹചര്യത്തിൽ മഴ പെയ്യുന്നതാണ്. മഴക്കാലം ആവുന്ന സമയത്ത് ഇതേപോലെ എന്ത് ചെയ്യും, പെട്രോള് ഈ എഥനോള് വെള്ളത്തെ അബ്സോർബ് ചെയ്തിട്ട് ആ പെട്രോള് ടാങ്കിൽ തുരുമ്പ് വരാനും ഫ്യൂൽ പമ്പ് കേടാവാനും വളരെയധികം ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ പുതിയ കണ്ടെത്തൽ പ്രകാരം നമ്മുടെ പല കാറുകളിലും അതേപോലെ നമ്മുടെ പല കാറുകളിലും ലൈഫ് ടൈം മാറ്റാത്ത റബ്ബർ പാർട്സുകളുണ്ട്. അതായത് എൻജിൻ്റെ ഉള്ളിൽ വരുന്ന ഫ്യൂലുമായി ബന്ധപ്പെട്ടുള്ള റബ്ബർ പാർട്സുകളുണ്ട്. അതേപോലെ തന്നെ സീലുകളൊക്കെ ഉണ്ട്. ഓയിൽ സീല്, റബ്ബർ റിങ്സ്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ പല വണ്ടികളിലുണ്ട്. ലൈഫ് ടൈം നമ്മൾ വണ്ടി എത്ര കാലം ഉപയോഗിക്കുന്നോ അത്രയും കാലം എന്ത് ചെയ്യേണ്ട ഈ ഒരു സംഭവങ്ങളൊക്കെ ലൈഫ് ടൈം മാറ്റാത്ത സാധനങ്ങൾ വണ്ടിയിൽ വെക്കുന്ന സംഭവങ്ങൾ, എഞ്ചിൻ്റെ ഉള്ളിൽ വെക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങൾക്ക് കേടുപാടുകൾ അല്ലെങ്കിൽ കുറേ കാലം ഈ എഥനോൾ പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ഡാമേജ് വന്നിട്ട് അല്ലെങ്കിൽ അത് ഹാർഡായിട്ട് പൊട്ടിപ്പോവാനും ഫ്യൂൽ പമ്പിന് ലീക്കേജ് വരാനും മൈലേജ് ഷോട്ട് വരാനും ഇത് കാരണമാവും എന്നുള്ളൊരു പഠനമുണ്ട്. അതുകൊണ്ടാണ് പല ബ്രാൻഡുകളും E20 കിറ്റ് പോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ മാരുതി സുസുക്കി ആയാലും ഹോണ്ട ആയാലും E20 കിറ്റുകൾ ഇറക്കുന്നുണ്ട്. 6000-4000 രൂപയ്ക്കാണ് വരുന്നത് കേട്ടോ. E20 കിറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ എൻ്റെ വേറൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ഡീസലാണ് വേറെ വണ്ടിക്ക് വേണ്ടി ചോദിച്ച സമയത്ത് വരുന്നുണ്ട് 6000 രൂപയ്ക്ക് എത്തിച്ചേരും എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ E20 ഫ്യൂവൽ കിറ്റുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങി യൂസ് ചെയ്യാം. അത് നിങ്ങൾ പഴയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. നിങ്ങൾ BS6 വാഹനങ്ങളാണെന്ന് നിങ്ങൾ ഡോണ്ട് വറി, നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഫ്യൂൽ പമ്പിനാണ് മെയിനായിട്ട് മേജറായിട്ട് കംപ്ലയിൻറ്റ്സ് വരിക. നമ്മുടെ 2 സ്ട്രോക്ക് ബൈക്കുകളിൽ E20 പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, എന്താണ് നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമ്മളിനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ E20 പെട്രോള് 2 സ്ട്രോക്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഞാനിതുവരെ ഉപയോഗിച്ചിട്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ മേജർ പ്രശ്നങ്ങളൊന്നും 2 സ്ട്രോക്കിൽ E20 പെട്രോൾ ഉപയോഗിച്ചിട്ട് എനിക്ക് വന്നിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വന്നിട്ടില്ല. ഇനി ഭാവിയിൽ വരുമോ എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ. പല ആളുകളോടും നമ്മൾ ചോദിച്ച സമയത്ത് മൈലേജ് ഡ്രോപ്പ് എല്ലാവരും പറയുന്നുണ്ട്. കാരണം അതിനൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന E20 പെട്രോള് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ലിറ്റർ നമുക്ക് E20 പെട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 200 ml നമ്മൾക്ക് എഥനോളാണ്. നമ്മൾ ഇതിൽ പെട്രോളിൽ ഓയിൽ മിക്സ് ചെയ്യില്ലേ, അതേപോലെ ഓയിൽ മിക്സ് ചെയ്യണ പോലെ എഥനോൾ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. 200 ml നമുക്ക് പെട്രോൾ കിട്ടുന്നില്ല. 200 ml പെട്രോളിന് പകരം 1 ലിറ്റർ പെട്രോളിൽ 200 ml എഥനോൾ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ആ എഥനോൾ എന്ത് ചെയ്യും, വെറുതെ അങ്ങ് കത്തിപ്പോകും.
അപ്പോൾ നമുക്ക് 800 ml നമ്മളെ കയ്യിൽ കിട്ടുന്നുള്ളൂ. ആ കിട്ടുന്നതിനുള്ള മൈലേജാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന സമയത്ത് നമുക്കൊരു കുറച്ചും കാലം മുന്നേ കിട്ടുന്ന മൈലേജ് ഇപ്പോൾ കിട്ടാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 2 സ്ട്രോക്ക് ബൈക്കുകളിലായാലും 4 സ്ട്രോക്ക് ബൈക്കുകളിലായാലും മൈലേജ് ഷോട്ട് വരുന്നത്. 200 ml നമുക്ക് എഥനോൾ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മൈലേജ് ഡ്രോപ്പ് നമുക്ക് കിട്ടുന്നത്. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 2 സ്ട്രോക്ക് ബൈക്കുകളിൽ മിസ്സിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എഥനോൾ പെട്രോൾ ഇതിൽ വരുന്നില്ല. പിന്നെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിച്ച പീസുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പല ആളും വണ്ടികൾ ഫുൾ റീസ്റ്റോർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഫുൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് അതിൽ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ടാങ്കുകൾ കാര്യങ്ങൾ, അതേപോലെ തന്നെ പെയിൻറ്റിങ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ എഥനോൾ പെട്രോളിക്കലും വെച്ചിട്ട് അല്ലെങ്കിൽ അതിലേക്ക് എഥനോൾ പെട്രോൾ ആകുന്ന ഒരു സംഭവം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവരുത്. കുറ്റിവികയോ അല്ലെങ്കിൽ പെട്രോൾ മറിഞ്ഞിട്ട് പോവുക അങ്ങനത്തെ സംഭവം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ പെയിൻ്റ് അടിച്ച പീസിലേക്ക് ഒരിക്കലും നിങ്ങൾ പെട്രോൾ ആക്കി അല്ലെങ്കിൽ ഫ്യൂല് നമ്മൾ കാർബറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ്റെ സൈഡിലേക്കൊന്നും പെട്രോൾ ആവാതെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം പെട്രോൾ ആയിക്കഴിഞ്ഞാൽ ഇൻ കേസ് പെട്രോൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പെയിൻ്റ് അടിച്ച പീസാണെങ്കിൽ തീർച്ചയായിട്ടും ആ പെയിൻറ്റ് കംപ്ലീറ്റ് പോയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ പെയിൻ്റ് അടിച്ച പീസുകളിൽ എഥനോൾ പെട്രോൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെയിൻറ്റ് ഇളകി പോരും. അങ്ങനെ ഒരു പ്രശ്നം പല വണ്ടികൾക്കും നമ്മളിവിടെ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പെട്രോൾ അടിച്ചിട്ട് റീസ്റ്റോർ ചെയ്തിട്ട് ഒരു 3-4 മാസം വെയിറ്റ് ചെയ്യുക അതിലേക്കൊരു ഫുൾ ടാങ്ക് അടിക്കാനായിട്ട്. ഒറ്റയടിക്ക് നിങ്ങൾ ഫുൾ ടാങ്ക് അടിക്കുന്ന സമയത്ത് പഴയ ടാങ്ക് നിങ്ങൾ പെയിൻ്റ് അടിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നിങ്ങൾ ആലോചിച്ചിട്ടാവും ഇതെന്താ ഇങ്ങനെ ബബിളായിട്ട് വരുന്നത് എന്നുള്ളത്. നിങ്ങൾ നല്ല രീതിയിൽ പുട്ടിയിട്ട് വർക്ക് ചെയ്ത് പെയിൻറ്റിങ്ങറോടാണ് പെയിൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. ഇട്ട് കംപ്ലീറ്റ് ഉള്ള ഭാഗങ്ങളൊക്കെ പുട്ടിയിട്ട് വൃത്തിയാക്കിയിട്ടായിരിക്കും നിങ്ങൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരിക്കുക. നല്ല ഫിനിഷിങ്ങിലായിരിക്കും പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരിക്കുക. അത് കസ്റ്റമർ കൊണ്ടുപോയിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേപോലെ തന്നെ ബബിള് പൊന്തിയിട്ട് വരുന്നൊരു സാഹചര്യം ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഇത് തന്നെയാണ്. E2 പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് E2 പെട്രോളിൽ കൂടുതൽ ഗ്യാസ് ഉണ്ടാവും. ഗ്യാസ് കൂടുതലായിരിക്കും E2 പെട്രോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുരുമ്പുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പൊട്ടിയിട്ടും കാര്യമില്ല, അത് പുറത്തേക്ക് വന്ന് ബബിളായിട്ട് നിൽക്കും. ആ ഗ്യാസ് മൊത്തം ടൈറ്റായിട്ട് ബബിളായിട്ട് നിൽക്കും. അതാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അപ്പോൾ നിങ്ങൾ ടാങ്ക് റീസ്റ്റോർ ചെയ്തിട്ട് പഴയ ടാങ്കിന് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ 2 സ്ട്രോക്കിൽ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ടാങ്ക് മാറാറുണ്ട്. കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ കിട്ടുകയാണെങ്കിൽ ആളുകളും ടാങ്ക് മാറാറാണ് പറഞ്ഞത്. അതെല്ലാം നല്ല ഒറിജിനൽ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ EM വെൽഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആദ്യം വെള്ളം നിറച്ച് നോക്കുക. വെള്ളം കംപ്ലീറ്റ് നിറച്ചതിന് ശേഷം എവിടെയൊക്കെ ലീക്ക് ഉണ്ടെന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഫുള്ള് EM വെൽഡ് ചെയ്തതിന് ശേഷം വീണ്ടും വെള്ളം നിറച്ചിട്ട് ഉറപ്പ് വരുത്തുക ലീക്ക് ഉണ്ടോ എന്നുള്ളത്. ലീക്ക് ഇല്ലെങ്കിൽ മാത്രം പെയിൻ്റ് അടിക്കാനായിട്ട് കൊടുക്കുക. ലീക്കുള്ള ടാങ്ക് വെച്ചിട്ട് നിങ്ങൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ എത്ര പൊട്ടിയിട്ട് നിർത്തി നിങ്ങൾ പെയിൻ്റ് അടിച്ചിട്ടും കാര്യമില്ല. അത് വീണ്ടും ലീക്കിലേക്ക് തന്നെ ബബിളായിട്ട് ആ ഒരു സംഭവം വരും. അപ്പോൾ ഒരുപാട് ടാങ്കുകൾ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്കും വരുന്നുണ്ട് ഈ എഥനോൾ പെട്രോൾ വന്നതിന് ശേഷം. അതേപോലെ തന്നെ പെയിൻ്റ് അടിച്ച സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി വെച്ചതിൻ്റെ മുകളിൽ നിങ്ങളത് പെട്രോൾ വെച്ചിട്ട് തുടക്കാനോ അല്ലെങ്കിൽ പെട്രോൾ ഉറ്റിച്ച് നോക്കാനോ ഒന്നും ചെയ്യരുത്. അത് ശ്രദ്ധിക്കുക, അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 സ്ട്രോക്കിൽ. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് എഥനോൾ ഉപയോഗിച്ചാൽ കിട്ടുന്ന പ്രശ്നങ്ങൾ. മെയിനായിട്ട് ഈ കാറുകളിൽ അതേപോലെ തന്നെ ബൈക്കുകളിലൊക്കെ ഇപ്പോൾ KTMൻ്റെ പല ബൈക്കുകളിലും BS4 വാഹനങ്ങളിലൊക്കെ പണി കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. എഞ്ചിൻ വർക്ക് പെട്ടെന്ന് വന്ന ആളുകളുണ്ട്. എഞ്ചിൻ വർക്ക് പെട്ടെന്ന് പറയാന്ന് പറയുമ്പോൾ KTMൻ്റെ ബൈക്കുകളിലൊക്കെ 60,000 55,000-ലൊക്കെയാണ് ടൈം എഞ്ചിന് മാറുക. അപ്പോൾ അത് ചിലപ്പോൾ ഫാസ്റ്റ് ആവുന്ന സാഹചര്യം വരുന്ന ആളുകളുണ്ട്. കസ്റ്റമർ ഒരുപാട് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേപോലെ എഞ്ചിൻ വർക്ക് പെട്ടെന്ന് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഫ്യൂൽ പമ്പ് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് BS3 വാഹനങ്ങളിലൊക്കെ. BS3 വാഹനങ്ങളൊക്കെ നിങ്ങൾ ഫ്യൂൽ പമ്പ് മാറ്റുന്ന സമയത്ത് അതിൻ്റെ കംപ്രഷൻ കൂടിയ ഫ്യൂൽ പമ്പുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്യൂൽ പമ്പ് പോവാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പെട്രോൾ ചേഞ്ച് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇതിലില്ല. നമ്മുടെ വണ്ടി ഫ്യൂൽ വർക്കിംഗ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് റെഡിയാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പരിഹാരം. നമുക്കിപ്പോൾ എവിടെയും E5 പെട്രോളോ അല്ലെങ്കിൽ E10 പെട്രോളോ നമുക്ക് നിലവിൽ എവിടെയും പമ്പുകൾ കിട്ടുന്നില്ല. ഗവൺമെൻറ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത്രയും പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വില കൂടിയാലും ആളുകൾ അത് വാങ്ങി യൂസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് E5 പെട്രോളോ E10 പെട്രോളോ സെപ്പറേറ്റ് ആയിട്ട് പമ്പുകളിൽ എത്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇതുപോലുള്ള ആളുകൾക്ക്.
യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന കാറുകളായാലും ബൈക്കുകളായാലും ഈ ഒരു ഫ്യൂവൽ പമ്പ് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അതിനനുസരിച്ച് മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യണം, ഫ്യൂവൽ പമ്പുകൾ കംപ്രഷൻ കൂട്ടിയിട്ടുള്ള ഫ്യൂവൽ പമ്പുകൾ ഇറക്കും വേണം. അപ്പോൾ എല്ലാവരും അത് റീപ്ലേസ് ചെയ്ത് E20ലേക്ക് കൺവേർട്ട് ആയി മാറുകയും ചെയ്യും. അപ്പോൾ അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഗവൺമെൻറ് ഓർഡർ ഇട്ടൊരു സംഭവം ഇനി എനിക്ക് തോന്നുന്നില്ല E5 വരുമെന്നോ അല്ലെങ്കിൽ E20 മാറിയിട്ട് ഇനി E20 മാറിയിട്ട് ചിലപ്പോൾ E30 40 വരാൻ ചാൻസ് ഉണ്ടാവും. അതായത് 30% E20 എഥനോളും ബാക്കി 70% പെട്രോളും. അപ്പോൾ 300 ml നമ്മൾ എന്ത് ചെയ്യണം, എഥനോൾ നമുക്ക് ഫ്രീ ആയിട്ട് കത്തിപ്പോവും, ബാക്കി പെട്രോളേ കിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഈ പഴയ വണ്ടികൾക്ക് മൈലേജോട്ട് വരും. അപ്പോൾ അതിനൊക്കെ കാരണമാവും ഈ 20 പെട്രോൾ കണ്ട് തന്നെ ഒരുപാട് ഡ്രോപ്പുള്ള ആളുകളുണ്ട്. അപ്പോൾ E30 E40 ഒക്കെ വരുന്ന വണ്ടികളാവുന്ന സമയത്ത് ഈ പഴയ വണ്ടികളുള്ള ആളുകൾ വണ്ടി ഒഴിവാക്കേണ്ട സാഹചര്യം വരും കേട്ടോ. ഭാവിയിൽ E40 വരെ എത്താം. എനിക്ക് തോന്നുന്ന ഇത് ഇനി കൂട്ടാനേ ചാൻസ് ഉള്ളൂ, കുറയ്ക്കാൻ വളരെ ചാൻസ് കുറവാണ്. E20 നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, E20 പെട്രോൾ ആയിട്ടും അഗ്രികൾച്ചറിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് പോലും പെട്രോൾ വില 100ന്റെ താഴേക്ക് വന്നിട്ടില്ല. കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് ഗവൺമെന്റ്. ഇതുവരെ പെട്രോൾ എന്ത് ചെയ്തിട്ടില്ല. E20 ഉപയോഗിച്ചിട്ട് പോലും കോസ്റ്റ് കുറവായി എന്ന് പെട്രോളിന്റെ കോസ്റ്റ് കുറവായി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കോസ്റ്റ് കുറവായി, ക്രൂഡ് ഓയിലിന്റെ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഗവൺമെന്റ് പറയുമ്പോഴും ഇതുവരെ പെട്രോളിന്റെ ക്യാഷ് നമ്മൾ അടക്കുന്ന പൈസ നമ്മൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് 100 രൂപക്ക് താഴെ ഇതുവരെ വന്നിട്ടില്ല. അതെന്താണെന്നുള്ള പിടുത്തം കിട്ടുന്നില്ല. നമ്മൾ ഓരോ പൗരന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് വന്നാലും ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് നമുക്കും കൂടെ ഉപകാരമുള്ള സംഭവമാണോ അല്ലെങ്കിൽ എന്നുള്ള കാര്യം നമ്മളും ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണം എൻ്റെ വണ്ടിക്ക് ഇത് പ്രശ്നമില്ലല്ലോ, ഞാൻ DX6 ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കുറച്ച് കാലം കഴിഞ്ഞാൽ E30 വരും, അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് പ്രശ്നമാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് പ്രശ്നം വരാം. ഇതുവരെ പ്രശ്നമില്ലായിരുന്നു, കാരണം E10 E5 ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുവരെ ഒരു പ്രശ്നമില്ല. അപ്പോൾ E20 വന്നോട് കൂടിയിട്ട് പല വണ്ടികൾക്കും പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത പ്രശ്നം നമുക്ക് കിട്ടും. ഡീസൽ എഞ്ചിൻ ഞാനൊരു ഡീസൽ എഞ്ചിൻ വാഹനം ഉപയോഗിക്കുന്ന കാർ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാനും മിണ്ടാതെ ചിലപ്പോൾ ഡീസലിൽ വരുന്ന എഥനോൾ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ എനിക്കും പണി കിട്ടും പറയില്ല. അപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് ദോഷം. നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല, നമുക്ക് തന്നെയാണ്, ഓരോ പൗരൻ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെയാണ് ഇതിന് പ്രശ്നങ്ങൾ വരുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഒരുപാട് കഷ്ടപ്പെട്ട് കാർ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, പഴയ കാറുകളൊക്കെ. അപ്പോൾ അവരൊക്കെയാണ് ഇതിൽ മൈലേജ് ഡ്രോപ്പ് വരുന്ന സമയത്തും പണി കിട്ടുന്ന സമയത്തിലൊക്കെ കൊടുക്കുന്നത്. സാധാരണക്കാരനാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇതിൽ പണി കിട്ടുന്നത്. നല്ല ബ്ലോക്കാട്ടോ. ഈ എഥനോൾ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ എഥനോൾ പറഞ്ഞ ഇത് കാര്യം ഉണ്ടാക്കി നോക്കാൻ നിൽക്കണ്ട, പണി കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം അത്രയും പ്രോസസ്സിലൂടെയാണ് ഈ എഥനോൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എഥനോളിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ടോപ്പിക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ മഞ്ചേരി എത്തിയിട്ടുള്ളൂ, ഇനിയും ഇവിടുന്ന് ഏകദേശം 10-20 കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ എന്ത് വേണമെന്ന് പറയാം. നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ്. ഈ വീഡിയോയിൽ ഒരു 8 മിനിറ്റ് ആയി എന്നൊരു ഡൗട്ടുണ്ട്. ഈ വീഡിയോ നല്ല ലെങ്ത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എന്ത് ചെയ്തത് കുറച്ചുകൂടെ ലെങ്ത്ത് കൂട്ടിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു 5 കമൻറ്റ് ആയിരിക്കും നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റാക്കി പറയുക. 5 മിനിറ്റുകളിൽ മാക്സിമം തീർക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും കമൻറ്റുകൾ പറയട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെടാൻ തീർച്ചയായും നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിലാണ്.